പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോൾ UDF വന്നാലും എനിക്ക് കിട്ടൂല. നിങ്ങൾ തന്നെ വരണം. ഒരു കാര്യം വിഷയത്തിന് വെച്ചോ. മാഷ് വാങ്ങിയായിട്ട് കൂട്ടിക്കോട്ടോ. ഞാൻ ഫോട്ടോ എടുപ്പിച്ച അപ്പൊ മഹബൂബും വേറെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ മുപ്പരേക്ക് കൊടുക്കാനില്ല കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് മുപ്പരിങ്ങാക്ക് നമ്മൾ തിരിച്ചു തരും. അത് അങ്ങനെ ചെയ്തതാ. എന്തൊക്കെ അവലാതിയാണ് കേൾക്കുന്നത്. ഞാനാ പോകാനും പറഞ്ഞാണ് പോന്നതാ. പിന്നെന്നാലും ഓടി കൂട്ടി കൂടുവല്ല അങ്ങോട്ട് തന്നെ. നിങ്ങൾ ഇയാളല്ലേ ഈ ഭക്ഷണം കഴിക്കാം. അപ്പോ അങ്ങനെയാണ് ചെയ്തത്. വേറെ ഒന്നും നമ്മൾ ജനിച്ചില്ല. നമ്മളെ ഒരാളോടും കക്കാൻ പോയിട്ടില്ല. വേറെ ഒന്നല്ല. എനിക്ക് തിരുമ്പന്ന് വയ്ക്കാനില്ല, തിരുമ്പന്ന് വയ്ക്കാനില്ല, ഒന്നുമില്ല. ദിവസങ്ങൾ പോയി ചിത്രങ്ങളോ ആണ്. നിങ്ങൾ മനസ്സറിന് കൊടുത്തതല്ലേ? മനസ്സറിന് കൊടുത്തതല്ലേ? അങ്ങനെയല്ലേ പറയുന്ന നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ? കേട്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞതേനും ഞാൻ പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തിയത്തു, പിണറായിന്റെ എത്തിയത്തും വേറെല്ലാവരുടെ എത്തിയത്തും പെൻഷൻ കിട്ടിയിട്ട് മുപ്പരെത്തിയെത്തുന്ന ഫോട്ടോ എടുക്കുന്നില്ല. അങ്ങനെ ഇന്ന് കളിക്കുന്നില്ലേ? അതേ മാതിരിയിൽ ഞാൻ സ്റ്റേജിന്മ കയറിയിട്ട് കളിച്ച മുപ്പരെത്തിയെത്തുന്നു. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാളെ എതിർത്ത് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചു തരുമെന്ന്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. നിങ്ങൾ എന്നെ ഫീസയിൽ ഇടിയെന്നും പറഞ്ഞു. ഫീസയിൽ വെച്ചിട്ടൊന്നും പറഞ്ഞു. ഫീസയിൽ ഇട്ടെന്ന് ഞാൻ മനസ്സറിഞ്ഞ് കൊടുത്തല്ല. പേര് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പറഞ്ഞ അത് ചെയ്യണ്ടായിരുന്നു. അതാ ചെയ്തതിനെ കൊണ്ട് എന്താ ദോഷം ഉണ്ടായത്? ചെയ്തതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം ഉണ്ടായത്? ചെയ്തിട്ട് ദോഷം ഉണ്ടായത് പല ആൾക്കാരും പലതും പറയാം. അത് തന്നെ ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഇപ്പൊ ഞാന് പൂനൂർ പോയി പള്ളിയിൽ പോയപ്പോ അതിന് കിട്ടിയ പൈസ പക്ഷെ മറ്റൊന്ന് കോഴിക്കോട് വെച്ചൊരു വയോധികനായ ആള് മാഷ്ക്ക് പെൻഷൻ തുക നൽകി അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രണ്ട് പ്രതികരണമുണ്ട്. രണ്ട് നോക്കിയാൽ മതി. രണ്ട് പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു പ്രതികരണം മാത്രമല്ല, രണ്ട് പ്രതികരണമുണ്ട്. അത് രണ്ടും കൂടി വായിച്ചു നോക്കും. അവസാനം വന്ന് പാർട്ടി അവസാനം വന്നതും കൂടി വായിച്ചു നോക്കുന്നു. അതായത് പറഞ്ഞു ഇന്നലെ വന്നത് കൂടി വായിച്ചിട്ടാണ് നാളെ പറയാം. ജാഥകൾ സമാപിക്കുകയാണ്. സീറ്റ് ചർച്ചകളിലേക്ക് കടക്കും. പിന്നെന്താ സംശയം?